അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ബ്രെഡ് ടോസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മുടെ മധുരത്തിന് ആവശ്യാനുസരണം പോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചേർക്കുമ്പോൾ നല്ല മണമാണ്. ഇപ്പോൾ ഒരു 1/2 കപ്പോളം പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാല്, കാച്ചി വെച്ച പാല് നമ്മൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാനൊരു 4 ബ്രെഡാണ് കേട്ടോ, 4 ബ്രെഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് വന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുക്കാം കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് നന്നായിട്ട് മുക്കിയെടുക്കാം. അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെയാണ്. നമ്മളങ്ങനെ 4 ബ്രെഡാണ് ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം നന്നായിട്ട് മുക്കിയെടുക്കാൻ നോക്കുക, പൊട്ടാത്ത രീതിക്ക് നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രെഡ് ഒരുപാട് സോഫ്റ്റ് അല്ലാത്ത കാരണം 2-3 പ്രാവശ്യം മുക്കിയാലും പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇപ്പോൾ ഒരു 3 ബ്രെഡ്, ഇനി ഒരു ബ്രെഡും കൂടി നമ്മൾ ഇതുപോലെ മുക്കിയെടുത്ത് വെക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ടേസ്റ്റും ശരിക്കും ആ ഒരു കാണാനുള്ള ഭംഗിയും എല്ലാം ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ 4 ബ്രെഡും ചെയ്തതിന് ശേഷം ഇതുപോലെ 4ഉം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കുറച്ചുകൂടി നമ്മൾ സെൻറ്ററായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു മുകളിലും അതുപോലെ ഒരു 2 ബ്രെഡ് മാറ്റിയതിന് ശേഷം അതിന് മുകളിലേക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ അടുത്ത ഒരു 2ാമത്തെ ബ്രെഡിലും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാടും ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതുപോലെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ബ്രെഡിൻ്റെ 4 വശം ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കാം. അത് നമ്മൾ ഈ 4 വശം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ദോശക്കല്ലും ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ നെയ്യിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യില്ലെങ്കിൽ ബട്ടർ ചെയ്യട്ടോ, രണ്ടിലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ, ഇതുപോലെ നമ്മൾ വനില എസൻസൊക്കെ കുറച്ചങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു കളറ് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ സിമ്മിൽ തന്നെ വെച്ച് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ അറിഞ്ഞില്ലെന്നോ ഇല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിലോ എങ്ങനെയാണെങ്കിലും ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കേക്ക് കഴിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാകുന്നത്. കുറച്ച് മുകളിൽ കുറച്ചുകൂടി നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ക്രീം ആണെങ്കിലും ഓക്കെയാണ്. നമ്മുടെ ഇഷ്ടത്തിന് പോലെ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം.